ഇലക്ട്രിക് ഓട്ടോറിക്ഷ വാങ്ങുന്നവർക്ക് 30,000 രൂപയുടെ സബ്സിഡിയാണ് സർക്കാർ പ്രഖ്യാപിച്ചത്. 2019 മുതൽ ഇത്തരത്തിൽ സബ്സിഡി നൽകുന്നുമുണ്ട്. പക്ഷേ എത്രത്തോളം ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ഈ സബ്സിഡി ലഭ്യമായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കഴിഞ്ഞ ദിവസം, അതായത് 4-ാം തീയതിയോടുകൂടി വീണ്ടും ഈ അപേക്ഷ സ്വീകരിക്കുന്നുണ്ട്. നേരത്തെ അപേക്ഷ നൽകിയ ആളുകൾക്കും വീണ്ടും അപേക്ഷ നൽകണമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കടമകളൊക്കെ മറികടന്നുകൊണ്ട് ഈ അപേക്ഷ നൽകാമെന്ന് വിചാരിച്ചാൽ സൈറ്റ് ഡൗൺ ആണ്. എന്താണ് നിങ്ങൾ നേരിടുന്ന ഇപ്പോഴത്തെ വെല്ലുവിളി? ഇപ്പോഴത്തെ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ഇവിടെ MVD ഓഫീസിൽ, ഇവിടെ തന്നെ കൗണ്ടറിൽ ഓഫീസിൽ വന്നാൽ തന്നെ സൈറ്റ് ഓപ്പൺ ആകുന്നില്ല എന്നാണ് പറഞ്ഞത്. ഇതിലേക്ക് വരുന്ന OTP ഒന്നും പോകുന്നില്ല, OTP പോകാതെ സൈറ്റ് ഓപ്പൺ ആകുന്നില്ല എന്നാണ് അവർ പറയുന്നത്. ഈ രൂക്ഷമായ സമയത്താണ് ഈ സബ്സിഡിക്ക് വേണ്ടിയിട്ട് നമ്മൾ നരകപ്പാട് പെടുന്ന ഒരു അവസ്ഥയിലാണ് ഇന്നിപ്പോൾ ഉള്ളത്. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2024 ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ വന്ന് നമ്മളോട് അക്ഷയ മുഖാന്തരം ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾ 30,000 സബ്സിഡി അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2023 മുതൽ 24 മുതൽ 25, 26 വരെ കാത്തിക്കാണ്. 30,000 ഇന്ന് കിട്ടും, നാളെ കിട്ടുമായിരുന്നു. MVDൻ്റെ ഓഫീസിലേക്ക് വിളിച്ചപ്പോൾ 1000 ആൾക്കട്ടെ കൊടുക്കാൻ പറ്റുള്ളൂ, അതിൻ്റെ പുറത്ത് കൊടുക്കാൻ പറ്റില്ല. പക്ഷേ നമ്മളോട് പറഞ്ഞത് എന്തായിരുന്നു പറഞ്ഞാൽ, മുഴുവൻ ഇലക്ട്രിക്കൽ വാഹനം എടുക്കുന്ന മുഴുവൻ ആൾക്കാർക്കും 30,000 രൂപ സബ്സിഡി തന്ന് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു പറഞ്ഞ്. സംസ്ഥാനം പ്രഖ്യാപിച്ച സബ്സിഡിക്ക് പുറമെ കേന്ദ്ര സർക്കാരും ഇത്തരത്തിൽ ഓട്ടോറിക്ഷകൾക്ക് സബ്സിഡി നൽകുന്നുണ്ട്. നമ്മളിപ്പോൾ 4 ലക്ഷം രൂപയാണ് ഈ വണ്ടിൻ്റെ റേറ്റ് ഏകദേശം വരുന്നത്. നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്കൊരു 3,50,52,57 രൂപയ്ക്കാണ് നമുക്ക് വണ്ടി വരുന്നത്. ആ സ്പോട്ടിൽ തന്നെ ഈ പൈസ കഴിച്ചിട്ട് ഡീലർ മുഖാന്തരമാണ് അതിൻ്റെ ഇത് നടക്കുന്നത്. ഈ ഇത്തരത്തിൽ അപേക്ഷ കൊടുക്കുന്നതിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല. ഇല്ല, അവിടെ അപേക്ഷ കൊടുക്കുന്ന ആവശ്യമൊന്നുമില്ല. നമ്മൾ വണ്ടി ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ നേരിട്ട് പോരാണ് ചെയ്യുന്നത്. 30,000 രൂപ സബ്സിഡി കിട്ടും എന്ന് കരുതിയിട്ട് തന്നെയാണ് എല്ലാവരും വാഹനം എടുത്തിട്ടുള്ളത്. ഞാൻ മാത്രമല്ല, ഞങ്ങളെ കൂടുതലുള്ള സുഹൃത്തുക്കൾ അധികം അങ്ങനെ തന്നെ അടിച്ചിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ ഭാര്യമാരെ കെട്ടുതാലി വരെ പണയം വെച്ചിട്ടാണ് ആ 30,000 കിട്ടിയാൽ തിരിച്ചു കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവരും എടുത്തിട്ടുള്ളത്. പക്ഷേ അതൊന്നും കിട്ടില്ല എന്ന് കണ്ടപ്പോൾ ഇവരൊക്കെ കുറേ ആളുകൾ കടത്തിൽ മുങ്ങിപ്പോയി. ഇവരെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യമാണ് 30,000 രൂപ എന്ന് പറയുന്നത്. ഓട്ടോ തൊഴിലാളികളെ സംബന്ധിച്ച് വലിയൊരു തുകയാണ്. അതോടൊപ്പം തന്നെ കെട്ടുതാലി അടക്കം പണയം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഓട്ടോറിക്ഷ വാങ്ങിയതെന്നുള്ള കാര്യം കൂടി അവർ പറയുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ ഒരു പരിഹാരം വേണമെന്നുള്ള ആവശ്യമാണ് ഇവരുടെ ഭാഗത്ത് വരുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ഷനിൽ കണ്ണനൊപ്പം റിപ്പോർട്ടർ AK അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.